1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നടത്തി. എന്തായാലും നല്ല ആശുപത്രികളുടെ ആവശ്യകത നമുക്കുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ നഗരസഭ അടക്കമുള്ള നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹം അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ഒരു ആരോഗ്യ മേഖലയാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 1.02 കോടി രൂപ ചെലവിൽ ജില്ലാശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷക്ഷേമ വഖഫ് ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത്. ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി 10 കിടക്കകളോടുകൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൗഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നൽകും. പൂർണ്ണമായും ശീതീകരിച്ചിട്ടുണ്ട്. 2 വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ 4 ഗ്രാബ് ബാറുകൾ, ഷവർ സീറ്റുകൾ, കോടാലാറങ്ങൾ, ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോട് കൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട്. 10 കിടക്കകളിൽ 2 വീതം പവർ സോക്കറ്റുകൾ, വാക്വം ബോട്ടിൽ, ഫ്ലോ മീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ്. ജെറിയാട്രിക് വാർഡുകളിലേക്ക് 21 ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇവിടേക്ക് ഒരു ജെറിയാട്രീഷ്യനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും NHM മുഖേന നിയമിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം, PM ബഷീർ, UK ബിന്ദു, സക്കറിയ ക്നാൻതോപ്പിൽ, ഷൈജി, കൌൺസിലർ ഗോപാലകൃഷ്ണൻ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് TN, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, നിലമ്പൂർ ആയിഷ, ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ, HMC അംഗങ്ങളായ E പത്മാക്ഷൻ, M മുജീബ് റഹ്മാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K മോഹനൻ, പരുന്തൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷാംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.